നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ പരിഗണിക്കുകയും വിധി പ്രസ്താവനം ചെയ്യുന്ന വ്യക്തികളാണ് ജഡ്ജിമാര്. എന്നാൽ നിയമത്തിന്റെയൊക്കെ പരിധി വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം വ്യക്തിഗത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിധി പറയുന്ന ജഡ്ജിമാരുടെ എണ്ണം അനുദിനം കൂടിക്കൂടി വരികയാണ്. ഇതിൽ പലതും എടുത്തു നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിലൊന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചുള്ള അലഹബാദ് ഹൈക്കോടതി ജഡ്ജി സഞ്ജയ് കുമാർ സിംഗിന്റെ ഒരു വിധി. വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലായ ഒരു വ്യക്തിക്ക് ജാമ്യം അനുവദിച്ചുള്ള വിധിയിലാണ് അതിജീവിത സ്വയം കുഴപ്പങ്ങൾ ക്ഷണിച്ചു വരുത്തിയതെന്നും ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് എന്നുള്ള ഒരു വിചിത്ര പരാമർശം ഉണ്ടായത്. ഡൽഹിയിൽ ബലാത്സംഗത്തിനിരയായി എന്ന പരാതിയിൽ കഴിഞ്ഞ ഡിസംബറിൽ അറസ്റ്റിലായ പ്രതിക്കാണ് സഞ്ജയ് കുമാർ സിംഗ് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിജീവിതയുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ചാണ് ജഡ്ജി നിരീക്ഷണങ്ങൾ നടത്തിയത്. വൈദ്യ പരിശോധനയിൽ കന്യാചർമ്മം തകർന്നതായി കണ്ടെത്തിയെങ്കിലും ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് ഡോക്ടർ വ്യക്തമായ അഭിപ്രായം നൽകിയില്ല എന്നും കോടതി പറയുകയാണ്. അതിജീവിത ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി ആയതിനാൽ സ്വന്തം പ്രവർത്തികളുടെ ധാർമ്മികതയും പ്രാധാന്യവും മനസ്സിലാക്കാൻ പക്വതയുള്ള ആളാണ് എന്നുള്ള നിരീക്ഷണവും ഹൈക്കോടതി ജഡ്ജിയിൽ നിന്ന് ഉണ്ടാവുകയായിരുന്നു. ഇരയെ പൂർണ്ണമായും സംശയത്തിന് നിഴലിൽ നിർത്തിയാണ് പ്രതിക്ക് ജഡ്ജി ജാമ്യം അനുവദിച്ചത്. യുവതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ബലാത്സംഗത്തിന് പ്രതി നിർബന്ധിതനായത് എന്ന് പറയാതിരുന്നത് ഒരു മഹാഭാഗ്യം എന്ന് മാത്രം പറയാം. ഇതേ കോടതിയിൽ നിന്ന് തന്നെയായിരുന്നു മാർച്ച് 21 ഇതിനേക്കാൾ പ്രാകൃതമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സ്ത്രീകളുടെ മാറിടത്തിൽ കടന്നു പിടിക്കുന്നതും പൈജാമയുടെ വള്ളി പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വലിച്ചിഴയ്ക്കുന്നതും ഒക്കെ ബലാത്സംഗത്തിനുള്ള തെളിവായി കണക്കാക്കാൻ പറ്റില്ല എന്നായിരുന്നു ജസ്റ്റിസ് മനോഹർ നാരായണ മിശ്രയുടെ ഒരു കണ്ടുപിടുത്തം. ഇത്തരം നടപടിക്ക് ബലാത്സംഗ കുറ്റം ചുമത്താനാകില്ല എന്നാണ് ജസ്റ്റിസ് മിശ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവാദമായ ഈ നിരീക്ഷണങ്ങളും പ്രസ്താവനകളും വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുകയും വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി ജഡ്ജിയുടെ നിരീക്ഷണങ്ങൾ റദ്ദാക്കുകയും ചെയ്യുകയായിരുന്നു. ഇരയെ തിരിച്ചറിയുന്ന പരാമർശങ്ങൾ പാടില്ല എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കെ മാതാവിന്റെ പേര് ജഡ്ജി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെയും ഈ കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി വിമർശിക്കുകയും പേര് നീക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ഡിസംബർ 8 അലഹബാദ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അതിൽ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തിരുന്നത്. ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ വിശ്വാസത്തെയും ഭരണത്തെയും പിന്തുണയ്ക്കാൻ ന്യൂനപക്ഷത്തിന് ബാധ്യതയുണ്ട് എന്നുള്ള മതേതര സംവിധാനം നിലവിലുള്ള രാജ്യത്തെ ന്യായാധിപർ നിന്നുണ്ടാകുന്ന പാടില്ലാത്ത പരാമർശമാണ് ഉണ്ടായത്. നമ്മുടെ ഭഗവത്ഗീത, നിങ്ങളുടെ ഖുർആൻ എന്നിങ്ങനെ പദപ്രയോഗങ്ങളും മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം പ്രയോഗിക്കുകയായിരുന്നു. പൂർണ്ണമായും വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽപ്പെടുത്താവുന്നതായിരുന്നു ഇതൊക്കെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തന്നെയായിരുന്നു. വാരണാസി കോടതി ജഡ്ജി നിയമങ്ങളെ മറികടന്ന് നടത്തിയ വിധി പ്രസ്താവനയും ഈ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നത് തന്നെയാണ്. 1991 ആരാധനാലയ നിയമം നിലനിൽക്കെ അത് പരിഗണിക്കാതെ ഗ്യാൻവാപ്പി മസ്ജിദിന്റെ നിലവറ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ തുറന്നു നൽകുന്നതിനുള്ള വിധി പ്രസ്താവനയായിരുന്നു അത് നടത്തിയത് ജസ്റ്റിസ് അജയ് കൃഷ്ണ ആയിരുന്നു. 93 അടച്ചിട്ട മസ്ജിദിന്റെ നിലവറയാണ് വിധി പ്രസ്താവനയിലൂടെ തുറന്നിട്ടുണ്ടായിരുന്നത്. ഈ വിധി വന്നതോടെ ആ പ്രദേശത്ത് ഒരു സംഘർഷം തന്നെ ഉണ്ടാവുകയായിരുന്നു. തീവ്ര ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ അജയ് കൃഷ്ണ വിശ്വേശ്വരയെ വിരമിച്ച ഉടൻ തന്നെ ഉത്തർപ്രദേശിലെ സർവകലാശാലയിൽ ഓംബുഡ്സ്മാനായി നിയമിച്ചുകൊണ്ടായിരുന്നു ആദിത്യനാഥ് സർക്കാർ ഒരു പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടായിരുന്നത്. തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ പ്രത്യുപകാരം നേടിയ ജഡ്ജിമാരുടെ പേര് അജയ് കൃഷ്ണയിൽ മാത്രം അവസാനിക്കുന്നതല്ല. ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, രഞ്ജൻ ഗൊഗോയ്, അശോക് ഭൂഷൺ, S അബ്ദുൽ നസീർ തുടങ്ങിയ നിരവധി പേരാണ് BJP സർക്കാരുകൾക്ക് കീഴിൽ പദവികൾ ലഭിച്ചത്. പിന്തിരിപ്പൻ വിധികൾ പുറപ്പെടുപ്പിക്കുന്നവരെ നിലയ്ക്ക് നിർത്തുന്നതിനോ വിമർശിക്കുന്നതിനോ പോലുമോ BJP സർക്കാരുകൾ തയ്യാറാകാതിരിക്കുകയും പലർക്കും പ്രത്യുപകാരമായി സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യുന്നിടത്താണ് ചില ജഡ്ജിമാരെങ്കിലും ഇത്തരത്തിൽ വിളയാടുന്നത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഇതുപോലെയുള്ളവരെ പരസ്യമായി തള്ളിപ്പറയുവാൻ നീതിന്യായ സംവിധാനം ആകെ രംഗത്ത് വരിക എന്നതാണ് അപമാനകരമായ ഈ സാഹചര്യത്തെ മറികടക്കുവാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്.